ഫസ്ലു, അറിയാം ആർക്കും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ശരിക്കുള്ള ഉത്തരം. പക്ഷേ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ്. അതായത് നിലവിലത്തെ ഈ സംഘർഷാവസ്ഥ എന്ന് കഴിയും? ഈ ചോദ്യത്തിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു വിഭാഗം ഒരു പക്ഷേ സൗത്ത് കൊറിയയിലുള്ള ആൾക്കാരായിരിക്കും. കുളിക്കുന്ന ഷവറിന് താഴെ നിൽക്കുന്ന സമയം കുറക്കണം. കാരണം വെള്ളം ചൂടാക്കണമെങ്കിലും തണുപ്പിക്കണമെങ്കിലും ഫ്യൂവൽ വേണം, ഫ്യൂവൽ കിട്ടാനില്ല. തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി ഷോർട്ട് സ്ലീവ് ഷർട്ട് ഞാനിതിട്ട് കണ്ടല്ലോ, ഇനി നിങ്ങളും ഷോർട്ട് സ്ലീവ് ഇട്ടാൽ മതി, ജാക്കറ്റ് ഒന്ന് ഇട്ട് വരും. എയർ കണ്ടീഷൻ എനർജി സേവ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കണം. നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അകലങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ് യുദ്ധം. നമ്മളെപ്പോലെ മലയാളികൾക്കോ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കൊന്നും ഇത് യാതൊരു വിധത്തിലും ബാധിക്കുന്നൊന്നുമല്ല എന്നതിൽ നിന്ന് മാറി അവനവൻ്റെ അടുക്കളയിൽ വരയ്ക്കും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞ ഗ്യാസിലോ അല്ലെങ്കിൽ പെട്രോളിലോ മാത്രം ഒതുങ്ങുന്നതൊന്നുമല്ല. ഈ റാവുത്തർ ഈ പറഞ്ഞ ഒരു പോയിന്റാണ്. ഇത് നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സ്ലീവിലോ ഒരു കുളിയിലോ മാത്രം നിൽക്കുന്ന കാര്യമല്ല. ഈ ഗ്യാസിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഹീലിയം. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് ഗുരുതരാവസ്ഥയിൽ വരുന്ന പേഷ്യൻസിന് ഹീലിയം വേണം. ആ ഹീലിയത്തിൻ്റെ ലോകത്തിന് വേണ്ടതിൻ്റെ വലിയൊരു ഭാഗം ഈ ഖത്തറിൽ നിന്ന് പോകുന്നതാണ്. ഓസ്ട്രേലിയയിലെ കർഷകർ പറഞ്ഞു, ഇത്തവണ ഞങ്ങൾ വിളവിറക്കുന്നില്ല, ഇറക്കുകയാണെങ്കിൽ തന്നെ കുറച്ചേ ഇറക്കുന്നുള്ളൂ. ഓസ്ട്രേലിയ മാത്രമല്ല, ലോകമൊട്ടാകെയുള്ള കർഷകർ ഇപ്പം തീരുമാനിക്കുകയാണ് പെട്രോള്, ഡീസൽ അല്ലെങ്കിൽ ക്രൂഡ്, ഗ്യാസ് ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് ബൈ പ്രോഡക്ട്സ് ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് പ്രോഡക്ട്സുകൾ മരുന്നുൽപാദന മേഖലയിൽ, പ്ലാസ്റ്റിക്, അങ്ങേറ്റം നമ്മുടെ റോഡ് പണിയെ വരെ ബാധിക്കുമെന്നാണ് പറയുന്നത്. എന്നത് തീരണം എന്ന് ചോദിച്ചല്ലോ. ഇത് എത്രയും പെട്ടെന്ന് തീരേണ്ടത് ഒരു ഇറാൻ്റെയോ അല്ലെങ്കിൽ ഒരു അമേരിക്കയുടെയോ ഒരു ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ UAE, ഖത്തറോ, ബഹ്റിനോ, കുവൈറ്റോ, ഒമാനോ, ജോർദാനോ ഉൾപ്പെടെയുള്ള ഇതിൽ ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആയിട്ടുള്ളതിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ആവശ്യമല്ല, ലോകത്തിൻ്റെ മൊത്തം ആവശ്യമാണ്. സ്ലോവേനിയ എന്നുള്ളത് യൂറോപ്യൻ രാജ്യമാണ്, EU മെമ്പറാണ്. അവർ പറഞ്ഞു കാറുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്ര ലിറ്റർ പെട്രോളേ ഇനി തരാൻ പറ്റുള്ളൂ. മ്യാൻമർ പറഞ്ഞത് എന്താണെന്നറിയോ, ഓരോരുത്തരും പെട്രോൾ വാങ്ങുമ്പോൾ ഒരു QR കോഡ് വെച്ചിട്ട് അത് വെച്ച് അളക്കുകയാണ്. അയാൾ ഇനി നാളെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ഇന്തോനേഷ്യയിൽ വെള്ളിയാഴ്ച സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോമാണ്. ഫിലിപ്പീൻസ് എന്നുള്ള രാജ്യത്ത് അടിയന്തരാവസ്ഥ, എനർജി എമർജൻസി, നമ്മളിത് കേട്ടിട്ട് പോലില്ല. പാകിസ്ഥാനിലെ കുട്ടികൾക്കെല്ലാം തന്നെ ഈ ഒരു ഇഷ്യൂ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് ഓൺലൈനിലേക്ക് മാറി. UAE ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടേത് ഓൺലൈനാക്കി. അപ്പോൾ ഇത് ഒരു രാജ്യത്തിനെയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെയോ അല്ല ബാധിക്കുന്നത്, ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരമുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും. അങ്ങനെ ഒരു പ്രത്യാശ നമുക്ക് വയ്ക്കാം. കൃത്യമായ ഉത്തരം ആൾക്കും നൽകാൻ കഴിയാത്തൊരു ചോദ്യമാണ്. എങ്കിലും എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ, എല്ലാവർക്കും സമാധാനത്തിൻ്റെ പാതയിൽ പോകാൻ കഴിയട്ടെ.